welcome to Simply Nadan and this is me, I'm Benjamin. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു നാടൻ കടയൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായി. ഐ ഹാവ് ബീൻ ഹിയർ. ഇവിടെ വന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് ഈവനിങ് സമയത്താണ് ഓപ്പൺ ആയിട്ടുള്ളത്. ടൈമിങ് ഐ എം നോട്ട് ഷുവർ വെൻ ഇറ്റ് സ്റ്റാർട്ട്സ്, പക്ഷേ നമുക്ക് ഡെഫിനറ്റായിട്ട് ചോദിക്കാം എത്ര മണിക്കാണ് സ്റ്റാർട്ട് ആവുന്നതെന്ന്. ഇപ്പം ഇവിടെ ആരും ഇല്ല, ബിക്കോസ് നമ്മളിപ്പോൾ വന്നേക്കുന്ന ഒരു ഉച്ച സമയമായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ആരും ഇല്ലാത്തത്. ബട്ട് നമുക്ക് അകത്ത് പോയി കൂടുതൽ വിശേഷങ്ങളെല്ലാം ചോദിക്കാം. അതിന് മുന്നേ ഞാൻ പേര് പറയട്ടെ. ഇതിൻ്റെ പേരാണ് കട്ടനും പുട്ടും. നമ്മൾ ഗോ ഇൻസൈഡ്. അപ്പോൾ ഇതാണ് രമേശാണ് ഇവിടുത്തെ വൺ ഓഫ് ദി പാർട്ട്നേഴ്സ് അല്ലേ. ബാക്കിയുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൂടാതെ തന്നെ നമ്മുടെ കട്ടനും പുട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള പറയാം. ഞങ്ങൾ 4 പാർട്ട്നേഴ്സ്. അതിൽ ഒരാൾ റഫീഖക്ക, ഒരാൾ ജമാൽക്ക, ഒരാൾ സനീഷ് ചേട്ടൻ, പിന്നെ ഞാൻ. അങ്ങനെ ഞങ്ങൾ 4 പാർട്ട്നേഴ്സാണ്. അതിലിപ്പോൾ 4 പാർട്ട്നേഴ്സിൽ ഞങ്ങൾ 2 പേരാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഒന്ന് റഫീഖയും ഒന്ന് ഞാൻ. അപ്പോൾ വേറെ കുക്ക് അങ്ങനെ ഷെഫ് അങ്ങനെ ഒന്നും ഇല്ല. ഷെഫ് കുക്കൊന്നുമില്ല. ഇവിടെ ഹോട്ടൽ ബേസ്ഡ് അല്ല. എല്ലാം ഞാൻ തന്നെയാണ്. എല്ലാം ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ വിജയവും. വേറെ കുക്കിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാറില്ല. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഐറ്റംസ് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീട്ടിലെ ഫുഡ് അങ്ങനെ ഒരു ഇതില്ല. ഒരുപാട് ഇപ്പോൾ ബീഫ് റോസ്റ്റ് എന്നുള്ള സംഭവം മാത്രമേ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം സ്പെഷ്യലാണ്. നമുക്കിവിടെ ചിക്കൻ അമ്മൂമ്മ കറി ഉണ്ട്, പിന്നെ ചിക്കൻ കോക്കനട്ട്. അതെ, ചിക്കൻ അമ്മൂമ്മ കറി എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ മസാല മാത്രമാണ്. നമ്മുടെ സ്പെഷ്യൽ മസാല ചിക്കൻ. അതിൽ എക്സ്ട്രാ മുളക് പൊടി ഒന്നും ചേർക്കാറില്ല. മസാലയിലുള്ള സ്പൈസി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ചിക്കൻ കോക്കനട്ട് കാന്താരി. ചിക്കൻ കോക്കനട്ട് കാന്താരി എന്ന് പറയുന്നത് ജസ്റ്റ് അതിൽ ഏറ്റവും ഇൻഗ്രീഡിയൻസ് വരുന്നത് കോക്കനട്ടും കാന്താരി മാത്രമാണ്. പിന്നെ ജസ്റ്റ് അതിൻ്റെ മസാല, പിന്നെ തേങ്ങ അരച്ചിട്ടാണ് അതിൽ തേങ്ങ വറുത്തരയ്ക്കുന്നതാണ്. വറുത്തരച്ച് കഴിഞ്ഞ് അങ്ങനെ ഒരു ചിക്കൻ കോക്കനട്ട് കാന്താരി. പിന്നെ ചിക്കൻ ഉള്ളി മുളക് ഇട്ടതുണ്ട്, ബോൺലെസ് വിത്ത് ബോൺലെസ്സും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പിന്നെ മട്ടൻ മുളക് ഇട്ടതുണ്ട്, ചെറിയ പീസ്. അല്ല, മട്ടനുണ്ട്, മട്ടൻ ചാപ്സ് ഉണ്ട്. പിന്നെ ബീഫിന് നമ്മൾ ബീഫ് ഫ്രൈ ആൻഡ് ബീഫ് ഉള്ളി മുളക് ഇട്ടതുണ്ട്. മറ്റേതില്ല, നമ്മൾ ബീഫ് ഉള്ളി മുളക് നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ജസ്റ്റ് ആർക്കായാലും ചെയ്യാവുന്ന കാര്യങ്ങൾ. ചെറിയ ഉള്ളി അങ്ങനെയുള്ള സംഭവം ജസ്റ്റ് ആ ഒരു ഇത്. പിന്നെ നമ്മൾ റൈസ് ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ചിക്കൻ തഹാരി റൈസ് എന്ന് പറയും. അതായത് ബിരിയാണിയുടെ വേറൊരു ഭാഗം. അതായത് മസാല നന്നായി കുറച്ച്, എരിവ് ഉണ്ടാവില്ല, മസാല ഉണ്ടാവില്ല. വളരെ കുറച്ചുള്ളൊരു മഞ്ഞ റൈസ്, മഞ്ഞ കളറായിരിക്കും. അത് ഞങ്ങൾ റൈസ്. വേറെ നമ്മുടെ സ്പെഷ്യാലിറ്റി ചായ, കട്ടൻ ചായ. ഞാൻ ചോദിക്കാൻ വരുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കട്ടനും പുട്ടും എന്നാണ് പേര്. ആരാണ് ഈ പേരിൽ കൊണ്ടുവന്ന് എത്തിച്ചേ എന്ന് പറയാം? കട്ടനും പുട്ടും എന്ന് പറയുന്നത് ഐഡിയ ആയിരുന്നു കട്ടനും പുട്ടും കൊണ്ട് എത്താൻ വേണ്ടി. ഇത് നമ്മുടെ ഒരു പാർട്ട്ണർ തന്നെയാണ്. ഞങ്ങൾ 2 പേരും കൂടി എടുത്തുള്ളൊരു ഇതായിരുന്നു കട്ടനും പുട്ടും എന്നുള്ളത്. കട്ടനും പുട്ടും എന്നുള്ളത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ചുമ്മാ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ കട്ടനും പുട്ടുമൊക്കെ? കോമഡി എല്ലാവരും പറയുന്ന പോലെ പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു പേര് വന്നു. സാധാരണ എല്ലാവരും ഹോട്ടലിൽ നിന്നൊക്കെ എഴുതി വെച്ച് വിടുന്നതാണ്. പക്ഷേ അതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു നാടൻ രീതിയിലുള്ള ഒരു ഇതാണ്. അതെ അതെ, പക്ക നാടനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ ഭക്ഷണവും പക്ക നാടനാണ്. കാരണം നമ്മൾ വീട്ടിലെ പാചകം എന്നുള്ള രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണയിലെ പാചകം ചെയ്യുന്നത്. ആട്ടിയ വെളിച്ചെണ്ണയിലെ പാചകം ചെയ്യുന്നത്. ഓയിൽ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നില്ല, ഒന്നിനും ഓയിൽ ഉപയോഗിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഈ 4 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം ഫ്രണ്ട്സ് ആയിരുന്നോ? എങ്ങനെയാണ് ഇവിടെ വന്ന് എങ്ങനെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറെ എന്തെങ്കിലും സ്റ്റോറി കാണുമല്ലോ. അതെ, ഞങ്ങൾ ആദ്യം സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമ്മുടെ ഒരു പാർട്ട്ണർ റഫീഖ എന്ന് പറയുന്ന ഇക്കയുടെ വീടിനടുത്തായിരുന്നു. പുള്ളിയുടെ അടുത്തായിരുന്നു ആദ്യത്തെ കട്ടനും കൂടി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൽ കറുകപ്പള്ളി. അവിടെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ചെറിയ ഷോപ്പായിരുന്നു. അതിൽ ഞാനും ഇതിലൊരു പാർട്ട്ണർ സനീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരായിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇക്കയുടെ വീടിനടുത്തായിരുന്നു. ഇക്കനെ നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ പുള്ളിയായിട്ട് നമ്മളിങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചായിരുന്നു. അങ്ങനെ നമുക്കൊരു ബെറ്റർ കണ്ടാൽ നമുക്ക് ചെയ്താൽ കൂടെ പുള്ളി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ പുള്ളിയും കൂടി. അപ്പോൾ വേറൊരു പാർട്ട്ണറാണ് ജമാൽ എന്ന് പറയുന്നത്. പുള്ളി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വന്നായിരുന്നു. ഭക്ഷണം ഒരുപാട് ഇഷ്ടമായിട്ട് ഫാമിലിയായിട്ട് ഡെയിലി വരുമായിരുന്നു. ഫാമിലിയായിട്ട് വന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ കൂടിയതായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് റഫീഖ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം തന്നെയായിരുന്നു. വേറൊരു സ്ഥാപനമായിരുന്നു.
അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കി, നമുക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി നമ്മളെല്ലാവരും കൂടി കയറി അങ്ങനെ ആയി വന്നതാണ് അല്ലേ? അപ്പോൾ എത്ര നാളായി തുടങ്ങിയപ്പോൾ? ഇതിപ്പോൾ നമ്മൾ ഫെബ്രുവരി 2-ാം തീയതിക്ക് ഇവിടെ 1 വർഷമാവും. 1 വർഷമാവും. ആൻഡ് ടൈമിംഗ് 4 മണിക്ക് ഓപ്പൺ, 4 to 12 നമ്മൾ ക്ലോസിംഗ് ടൈം. 4 മണിക്ക് ഓപ്പൺ ചെയ്യും, 12 മണിക്ക് ക്ലോസ് ചെയ്യും. 4 മണി തൊട്ടേ ഫുള്ളി ഇങ്ങനെ ഇതെല്ലാം അവൈലബിൾ ആണോ? ഒരുവിധം നമ്മൾ 1 മണിയാവുന്ന സമയത്ത് നമ്മൾ കിച്ചണിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 4 മണിക്ക് എല്ലാ ഐറ്റംസും നമ്മൾ പരമാവധി കൊടുക്കാറുണ്ട്. ഒരുവിധം എല്ലാ ഐറ്റംസും കൊടുക്കും. കാരണം നമ്മൾ 4 മണിയാണ് പറഞ്ഞ ടൈം. ആദ്യം 5 മണിയായിരുന്നു, പിന്നീട് 4 മണി ആയിരിക്കും. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു സജഷൻ ഉണ്ട്, നിങ്ങൾ 3 മണി ആ ഒരു ഇതിലേക്ക്. പക്ഷേ നമുക്ക് ആ ഒരു ടൈം കറക്റ്റ് ഒരു 8 മണിക്കൂർ എന്നുള്ളതാണ് ഞങ്ങൾ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 4 മണി തന്നെ പോകുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഫീഡ്ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മൾ കട്ടിലും ഫുഡിനെ കുറിച്ച് ഇഷ്ടംപോലെ വിശേഷങ്ങളൊക്കെ കേട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിച്ചണിനകത്തേക്ക് പോയിട്ട് കേൾക്കാം. അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു തരാൻ വേണ്ടി? കാണിച്ചാൽ നമുക്ക് ആദ്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ തഹാരി റൈസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ട് കാണിക്കാം. അതിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ആദ്യമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിക്കൻ തഹാരി റൈസ്. ചിക്കൻ തഹാരി റൈസ് ആണ്. നമ്മുടെ ബിരിയാണിയുടെ പോലെ വേറൊരു ഭാഗം അത്രേ ഉള്ളൂ. കാണാം. സോ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ മസാല ഐറ്റംസ് ഇടുന്നു. ഇതൊക്കെ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഇതോ നമ്മൾ ഇവിടെ എല്ലാം ഉണ്ടാക്കുന്ന ഭക്ഷണവും കറക്റ്റ് ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുള്ളൂ. അതായത് 12 മണി 11:30ക്കുള്ളിൽ തീരാവുന്നത്ര ഉണ്ടാക്കാറുള്ളൂ എല്ലാ ഭക്ഷണവും. ഇത് ചുരുങ്ങിപ്പോയാൽ നമ്മളൊരു 50-100 പേരുടെ ഭക്ഷണം ഉണ്ടാക്കാറുള്ളൂ. റൈസ് ഡെയിലി. അത് കൂട്ടത്തുമില്ല കുറയ്ക്കില്ല, അതങ്ങനെ തന്നെ വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ടാക്കുകയില്ല. ഇതിപ്പോൾ നമ്മൾ 100 പേർക്കുള്ള റൈസാണോ ഉണ്ടാക്കുന്നത്? അതെ. ഒന്ന് കാണാൻ ലൈവായിട്ടുള്ള ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ള ഫുഡാണ് ഈ ഉണ്ടാക്കുന്നത്. സോ ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണം ഇതാണ്. ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് റൈസ് ചോദിച്ച് വരാറുണ്ട്. അവർ വരുന്നവർക്ക് നമ്മൾ 3 മണി, അതെ തുറക്കുന്ന സമയത്ത്, അതിന് മുമ്പ് വരാറുണ്ട്. നമ്മൾ 3 മണിക്കൊക്കെ വരാറുണ്ട്. വരുന്ന സമയത്ത് നമ്മളൊരു ആദ്യം റൈസ് പറയും, ഇങ്ങനെ ഒരു റൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചു വന്ന് കഴിക്കാറുണ്ട്. ഒത്തിരി ഇവർ ചോദിച്ചു വരാറുണ്ട്. ഗ്രേവി വേണ്ട? ഇല്ല, ഇതിന് ഓൾറെഡി ഇതിനകത്ത് ചിക്കൻ ഉണ്ടാവുമല്ലോ. നമ്മൾ സലാഡ് ഉണ്ട്, സലാഡ് കൊടുക്കും. പിന്നെ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ വാങ്ങി കഴിക്കുന്ന ഒരു ബീഫ് ഉള്ളി മുളകിട്ട് വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? കോംബോസ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മൾ കോംബോ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ഒന്നിനും കോംബോ അല്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉള്ളി, പച്ചമുളക്, ടൊമാറ്റോ അതെല്ലാം ഉള്ളൂ. മല്ലിയില, പുതിനയില, കരിവേപ്പില. അതെ. നേരത്തെ കുക്കിങ്ങിലോ അങ്ങനെയെല്ലാം കോഴ്സിനോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? ഒന്നുമില്ല, ഒന്നിനും പോയിട്ടില്ല. പാഷൻ വന്നിട്ട് ചെയ്യുകയാണോ? അതെ, ഇവരാരും കോഴ്സിന് പോയിട്ടില്ല. ആരും പോയിട്ടില്ല. ഇല്ല, നമ്മുടെ ഫുഡിനോടുള്ള പാഷൻ കാരണം തുടങ്ങിയതാണ്. അതെ. എന്ത് പറയട്ടെ? അങ്ങനെ പറയാം, അങ്ങനെ തന്നെ പറയണ്ട്. നാടൻ താറാവ് ഡെയിലി നാടൻ താറാവ് ഉണ്ടാവും. നമ്മളതൊരു 8-9 മണിയാകുമ്പോഴേക്കും താറാവ് കംപ്ലീറ്റ് കഴിയും. പുട്ടിൻ്റെ കൂടെയൊക്കെ ആണ് നോർമലി ആൾക്കാരെന്തോ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സാധാരണ വരുന്ന എല്ലാവരും പുട്ടും ബീഫാണ് കഴിക്കുന്നത്. അതിന് സ്പെഷ്യലായിട്ടാണ് എല്ലാവരും ആദ്യം വരുന്ന ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒരു പുട്ടും ബീഫ് ഓർഡർ ചെയ്യും. അതിനുശേഷം കംപ്ലീറ്റ് ഇവിടുത്തെ എല്ലാ ഐറ്റംസും ടെസ്റ്റ് ചെയ്യാറുണ്ട്. വരുന്ന ഓരോ കസ്റ്റമറും ഓരോ ഐറ്റവും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈയിലാണെങ്കിൽ തന്നെ നമുക്ക് സ്പ്രിംഗ് ചിക്കൻ ഉണ്ട് സ്പെഷ്യലായിട്ട്. ചെറിയ ബോർഡ് അവിടെ വെച്ച് അത് ലൈവ് കൗണ്ടറാണോ? അല്ല, നമ്മളത് ലൈവ് കൗണ്ടർ റെഡി ആയിട്ട് അവിടെ കൊണ്ടുപോയി സെർവ്. അതെ, ഇത് അവിടെ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതായത് അതാണ് ഫുഡ് കൗണ്ടർ. നമ്മൾ സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ ഉണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഫ്രൈയിൽ. നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈ അധികം നമ്മൾ ഇത് കൊടുക്കാറില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാടയും സ്പ്രിംഗ് ചിക്കനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ഇനി അടുത്തായിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ? അതെ, അതാണ് ഇടാൻ വേണ്ടി പോകുന്നത്. പഴംപൊരി, പഴം നിറച്ചത് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. അത് ഇവിടെ തന്നെ ചെയ്യുന്നത്. പരിപ്പ് വട, ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ. ചായ ഇല്ല, കട്ടൻ ചായ മാത്രമല്ല, പാലിൻ്റെ ഒരു പരിപാടി ഇല്ല. ആദ്യം ഉണ്ടായിരുന്നു, അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഏറ്റവും കസ്റ്റമർ കൂടുതലും
ഇപ്പോൾ ഒന്ന് ചോദിക്കുന്ന കട്ടൻ ചായ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും വന്ന് പാൽ ചായ ചോദിക്കാറില്ല. അപ്പൊ കട്ടൻ ചായയിൽ പല ടൈപ്പ് വെറൈറ്റീസ് പല ടൈപ്പ് വെറൈറ്റി ഉണ്ട്. നമ്മൾ പേരൊന്നും നമ്മൾ ഇത് ചെയ്തിട്ടില്ല. നമ്മൾ റെസിപ്പി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഒറ്റ കട്ടൻ ചായ അതിങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നല്ല ഒറിജിനൽ സ്പൈസസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. വേറെ ഇതൊന്നുമില്ല. നമ്മൾ അടുത്ത് വെള്ളം ഒഴിക്കുന്നതാണ്. റോക്ക് സോൾട്ട്, പിങ്ക് സോൾട്ടാണ് നമ്മൾ ഭക്ഷണത്തിന് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. അറിയുമല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അതെ, ഇത് നമ്മുടെ പാർട്ട്ണറിൻ്റെ ഷോപ്പുണ്ട്. റഫീഖ എന്ന് പറഞ്ഞാൽ റഫീഖക്ക് ഷോപ്പാണ്. പൈസ എല്ലാം കറക്റ്റായിട്ട് കൊടുക്കും. കാരണം നമുക്ക് ചിക്കൻ, മീനെല്ലാം നമുക്ക് നല്ലതായിട്ട് കിട്ടും. എല്ലാ ഐറ്റംസും, മീറ്റ് ഐറ്റംസൊക്കെ പുള്ളിയുടെ ഇതിന്നാണ് വരുന്നത്. നമുക്ക് നല്ല ഐറ്റംസ് നമുക്ക് ഫ്രഷായിട്ട് കൊടുക്കാൻ പറ്റും. വെന്ത് വരുമ്പോഴത്തേക്ക് ദമ്മായിരിക്കും അല്ലേ? അതെ, ദമ്മ ലോ ഫ്ലെയിമിൽ വേവിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിക്കോട്ടെ. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത കറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുമായിരിക്കും? ഒരു 15 മിനിറ്റ്. ഇനി നമ്മളിത് ജസ്റ്റ് ചിക്കൻ തഹാരി റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ദമ്മ് സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള പരിപാടി. സെറ്റ് ചെയ്ത് വെക്കുക. മണം വരുന്നുണ്ടോ? ഉണ്ടോ? ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഇതും ആർട്ടിഫിഷ്യലായി ചേർക്കുന്നില്ല. ജസ്റ്റ് കണ്ടില്ല, ആ ഒരു ഐറ്റംസ് മാത്രം ഇടുന്നുള്ളൂ. അതിൽ അതിൻ്റെ മണാണ് കാണും കേൾക്കാം. നല്ല വരുന്നത് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കഴിക്കാനെടുക്കാം. നമ്മളത് പാകം ചെയ്ത് അപ്പം തന്നെ കൊടുക്കാറില്ല. ഒന്ന് മസാലയൊക്കെ ഒന്നും ചിക്കനിൽ സെറ്റാവാനുള്ള സമയം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ട്, ചിക്കൻ തഹാരി റൈസ്. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നമ്മളിപ്പോൾ അമ്മൂമ്മക്കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അമ്മൂമ്മക്കറിയും ചിക്കൻ കോക്കനട്ട് കാന്താരി. അപ്പോൾ നമ്മളിനി തുടങ്ങാൻ പോകുന്നത് ചിക്കൻ കോക്കനട്ട് കാന്താരിയും അമ്മൂമ്മക്കറിയും. ഇത് രണ്ടും അതെ. അതിനുവേണ്ടി നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ജീരകം ഇടുന്നുണ്ട് കുറച്ച്. അതെ, ജീരകം. ചെറിയുള്ളിയാണ് ഇത്. അതെ, ചെറിയുള്ളി അധികം കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ചിക്കൻ കോക്കനട്ട് കാന്താരി ഉണ്ടാക്കാനുള്ള. സോ നമ്മുടെ അമ്മൂമ്മ കറിക്ക് അത് നമ്മൾ ഓൾറെഡി ഇഞ്ചി, വെളുത്തുള്ളി, ഗാർലിക്, ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിൽ ജീരകം ഇല്ല. അടുത്തതായി മസാല ഇടാം അതിലേക്കുള്ളത്. അടുത്തത് അമ്മൂമ്മക്കറിക്കുള്ള മസാലയാണ്. മസാല ഇടാം അതിലേക്ക്. മുളകുപൊടിയാണോ അതോ വേറെ എന്തെങ്കിലും? നമ്മുടെ സ്പെഷ്യൽ മസാല മാത്രം. അമ്മൂമ്മക്കറിയുടെ മസാലയാണ് നമ്മുടെ സ്പെഷ്യൽ മസാല. മുളക് പൊടിയൊന്നുമില്ല, മസാലയിൽ മാത്രമുള്ള സ്പൈസി മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇത് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കാണോ? അതെ, ഇത് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കോക്കനട്ട് കാന്താരിക്കുള്ളതിനുള്ള ചിക്കൻ ഇടുന്നുണ്ട്. ചിക്കൻ കോക്കനട്ട് കാന്താരി എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് കോക്കനട്ടും കാന്താരി മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. അടുത്തതിൽ നമ്മൾ അമ്മൂമ്മക്കറിക്കുള്ള ചിക്കൻ ഇടുന്നുണ്ട്. കുറച്ചുകൂടെ അമ്മൂമ്മക്കറി എന്ന് തോന്നുന്നല്ല കൂടുതൽ ഇവിടെ പോകുന്നതാണോ? അമ്മൂമ്മക്കറി എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഇത് നമുക്ക് ചോറിന് കോമ്പിനേഷനാണ്, പുട്ടിന് കോമ്പിനേഷനാണ്.
ഒരു 10 മിനിറ്റിന് ശേഷം ഇത് റെഡി ആവുന്നതായിരിക്കും. എന്തൊക്കെയോ മിക്സ് ചെയ്യാനുണ്ട്. സോ വിൽ സീ ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, നമ്മുടെ അമ്മൂമ്മ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഈ കറിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പം, പത്തിരി, ചപ്പാത്തി, പൊറോട്ട, നമ്മുടെ സാധാരണ വീട്ടിൽ വെക്കുന്ന റൈസ്, ചോറിന് കഴിക്കാം. ഓക്കെ, അമ്മൂമ്മക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഫൈനലായിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യണം. അപ്പോൾ കറിവേപ്പില സോ ഫൈനൽ ടച്ചിങ് ആയിട്ടാണ് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇടുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ ഒന്നുകൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ. അതെ. അപ്പോൾ അമ്മൂമ്മക്ക് റെഡി ആയിട്ട് നമ്മൾ അടുത്തതായി ചിക്കൻ കോക്കനട്ടിലേക്ക് പോകുന്നുണ്ട്. ചിക്കൻ കോക്കനട്ട് നമ്മൾ കാന്താരിയാണ്, കാന്താരി മുളക് മിക്സ് ചെയ്തിട്ട് അതിൽ ഒഴിക്കുന്നതാണ്. നമുക്കൊരു 1/2 കിലോളം മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിക്കൻ കോക്കനട്ട് കാന്താരിക്കുള്ള തേങ്ങ നമുക്ക് വറക്കാം. നമ്മുടെ തേങ്ങ വറുത്ത് ഇരിക്കുകയാണ്. വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജാറിലേക്ക് മാറ്റാം. അതെ, തേങ്ങ വറുത്തത് മിക്സ് ചെയ്ത് അരച്ച് ഇതിലേക്ക് ഒഴിക്കുന്നു. ഇത് മിക്സ് ചെയ്യാനുള്ള വെള്ളം മാത്രം, കറങ്ങില്ലല്ലോ. ചിക്കൻ കോക്കനട്ട് കാന്താരി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും ജസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണ മാത്രം നമുക്ക് ഇനി ആഡ് ചെയ്യുള്ളൂ. കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് അതെ ഒരു ഭംഗി മണം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കോക്കനട്ട് കാന്താരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളിൽ പോവാം, കഴിക്കാം, നോക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ നമ്മൾ അതിങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ആളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4 മണി ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്നു പോയി ഇതിൻ്റെ ഇടയ്ക്കൂടെ. ആൻഡ് വി ഹിയർ അറ്റ് ദ ടേബിൾ ആൻഡ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തഹാരി റൈസ് ഉണ്ട്, പുട്ടുണ്ട്. പുട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ഇവിടുത്തെ കട്ടനും പുട്ട്, ആ പേര് തന്നെ ഉണ്ട്, പുട്ടും നമ്മുടെ കട്ടനും ഇവിടെ തന്നെ ഉണ്ട്. എന്നത് പറഞ്ഞു, ഇത് നമ്മുടെ സ്പ്രിംഗ് ചിക്കനാണ്, നമ്മുടെ ചെറിയ കോഴി പൊരിച്ചത്. ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല ഫ്രൈ ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ്, ഏറ്റവും കൂടുതൽ ഫ്രൈ ആണ് ചോദിച്ചു വരുന്നത് സ്പ്രിംഗ് ചിക്കൻ. ഇതിപ്പോൾ എന്തിൻ്റെ കൂടെ ആയിരിക്കും നോർമലി കഴിക്കുക? യൂഷ്വലി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇത് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രം പലരും വാങ്ങിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇതിനെ പറ്റിയത്. പിന്നെ പറഞ്ഞത് ബീഫ് ചാപ്സ് ആണ്, ബീഫ് ചാപ്സ്. ഇത് നമ്മുടെ ചിക്കൻ കോക്കനട്ട് നമ്മൾ ഉണ്ടാക്കിയത്, നമ്മുടെ ചിക്കൻ അമ്മൂമ്മ കറി, പിന്നെ നമ്മുടെ ബീഫ് കറി. ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ഇവിടെ കൊടുക്കുന്നത് ബീഫ് റോസ്റ്റ്. ഇത് നോർമലായിട്ടുണ്ടാകുന്നത്, ബാക്കിയെല്ലാം പിന്നെ അറിയാമല്ലോ. കഴിച്ചാലോ? ഓക്കെ, ഞാൻ ഒരെണ്ണം എടുക്കട്ടെ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കാന്താരി ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. ഞാൻ അമ്മൂമ്മക്കറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ടേസ്റ്റ് പറഞ്ഞോ? ഞാനല്ല ടേസ്റ്റ് പറയണ്ടേ, ഞാനിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ടേസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കുന്നവർക്ക് കഴിക്കല്ലേ. കേൾക്കട്ടെ, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റായിട്ട് തോന്നുന്നു കഴിക്കാവുന്ന ഒരു കറിയാണ് അല്ലേ. അരിയൊക്കെ നല്ല കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ വേണം എന്നൊക്കെ ഉള്ളവർക്ക് ഡെഫിനറ്റായിട്ട് കാന്താരി ഹെൽത്തി കോക്കനട്ടും കാന്താരിയുമാണ് അരച്ചിനകത്ത് ചേർത്തേക്കുന്നത്. വെരി നൈസ് സ്പൈസി. ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ റൈസ് ഞാനൊന്ന് ട്രൈ ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത റൈസാണ്. സോ അത് ടേസ്റ്റ് എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ്?
വലിയൊരു ഹോട്ടൽ ഫുഡല്ല, നമ്മൾ വീട്ടിൽ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം. അതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അത്രേ ഉള്ളൂ. ഇതും കൊള്ളാം. ഇത് ചിക്കൻ്റെ ആ ഒരു ഗ്രേവിക്ക് അത് തന്നെ മാത്രം കിടന്നിട്ട് റൈസ് കുക്ക് ചെയ്ത് ഇവിടെ സ്പ്രിംഗ് ചിക്കൻ കഴിച്ചു നോക്കും. കൈ കൊണ്ട് എടുത്തോട്ടെ. പിന്നെ സോ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അതായത് സ്പ്രിംഗ് ചിക്കൻ. മീൻ വയൽ നമ്മുടെ ഇവിടുത്തെ ടൈമിങ്ങും ലൊക്കേഷനും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ 4 മണി ടു 12 മണി വരെയാണ്. 12 മണി വരെ നമ്മുടെ ഷോപ്പ് ടൈം. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കല്ലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൻ്റെ പുറകുവശം സ്റ്റേഡിയം ലിങ്ക് റോഡ് എന്നാണ് പറയുക. സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ കാണുമ്പോഴത്തേന് റൈറ്റ് സൈഡിൽ കട്ടനുംപുട്ടും കാണാം. നേരെ ഓപ്പോസിറ്റ് കനറ ബാങ്കും ഉണ്ട്. അല്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. നേരിട്ട് വരുമ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് 100 മീറ്റർ ഇത് കാണുമ്പോൾ തന്നെ കട്ടനുംപുട്ടും വെളിച്ചം കാണാം. ഓക്കെ, ഞാൻ ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടെ, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ സ്പ്രിംഗ് ചിക്കൻ്റെ? വൈ ഇസ് ഇറ്റ് കോൾഡ് സ്പ്രിംഗ് ചിക്കൻ? എന്നുവെച്ചാൽ ചെറിയ കോഴിയാണ്. ഇതിന് മെഡിസിൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബ്രോയിലറിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെ ഇതിനൊന്നും ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റില്ല. അതതിനൊരു പ്രത്യേകത. അതിനൊരു കരുതി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു പ്രായം വരെ ഉള്ളൂ. 3 മാസം 4 മാസം പ്രായമുള്ള ആ ഒരു ചെറിയ കോഴി. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. അതിൻ്റെ അടുത്ത് ഫ്രൈ ഇതിൻ്റെ കോട്ടിങ് അതെല്ലാം മസാല എന്തെങ്കിലും ഭയങ്കര അത് നമ്മുടെ മസാല മാത്രമാണ്, നമ്മുടെ സ്പെഷ്യൽ മസാല അതിൽ മാത്രമേ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അപ്പം നമ്മുടെ കട്ടനും പൊട്ടിലെയും കുറേ ഡീറ്റെയിൽസ് അറിഞ്ഞു. ഫുഡ് കണ്ടു, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കുറേ വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഇവിടെ ബാക്കിൽ നമ്മുടെ ലിസ്റ്റ് ഉണ്ട് എന്തൊക്കെയാണുള്ളതെന്ന്. സോ ബേസിക്കലി എന്തെങ്കിലും ഏറ്റവും ഹയസ്റ്റ് 180 ആണെന്ന് തോന്നുന്നു അല്ലേ പ്രൈസ്? നമ്മൾ മട്ടൻ മുളകിനും അതെ 180 അതൊന്നും ചാർജ് ചെയ്യുന്നത്. ഏറ്റവും മാക്സിമം പ്രൈസ് വരുന്നത് 180 ആണ്. 180 അത് കൂടുതൽ 160. അതിൻ്റെ മുകളിൽ പിന്നെ നമ്മളിതൊരു പോയിട്ടില്ല, അതിനുള്ളത് പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡു കം ഹിയർ ആൻഡ് ട്രൈ ഔട്ട് ദിസ് പ്ലേസ്. സോ താങ്ക് യു സോ മച്ച് ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്തതിനും ഇതെല്ലാം തന്നതിനും കാണിച്ചു തന്നതിനും. ഇനി ഇതെല്ലാം കഴിക്കാം. മീൻവൈൽ നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് ഒരു ബൈ പറയാം. ഓക്കെ, താങ്ക്സ്. So thank you so much for watching this show and do come out and try this place. So I'll catch you on the next week with something more of Simply Nadu Food. Till then, bye.